നമ്മൾ മാങ്ങയെല്ലാം നല്ല ഉതിർന്നു പോയി ഇതല്ലേ, നമുക്ക് കളയാതെ നല്ല അച്ചാറാക്കിയിട്ട് എടുക്കണം. വെള്ളക്കാന്താരി ഉണ്ട് കുറച്ച് ഇന്നലെ വീണതല്ലത് ഞാൻ മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. വേറെ മാങ്ങയൊന്നുമില്ലല്ലോ, നമുക്ക് കളയാതെ നമുക്ക് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മളെ മാങ്ങയെല്ലാം ഇതാ കഷ്ണാക്കി ഞാൻ കഷ്ണാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളക്കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും വേണ്ട. ഇങ്ങനെ കടുക് പൊടിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ല ഇതിന് വേണ്ടുന്ന മുളക് പൊടി, എരിവില്ലാത്തതാണ് കാന്താരി കൂട്ടുന്നുണ്ടല്ലോ അതിൽ, കായപ്പൊടി, ഇത്ര സാധനങ്ങളേ വേണ്ടൂ. നമുക്ക് ഉണ്ടാക്കാം. ഇത് എന്താ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, തീയാക്കി എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു. ഇത് നമ്മളെ നിറയെ മുറിച്ചിട്ടാണ് അങ്ങനെ കടുക് പൊട്ടി അതിൽ കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി ഉള്ളതിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്തു. മുളക് പൊടിയുടെ പച്ചച്ചുവ മാറി ഞാനതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു. ഇത് ആവശ്യത്തിനുള്ള വെള്ളം, ഇത് ഇപ്പം തന്നെ ഉപയോഗിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉപ്പ് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ മുറിച്ചിട്ട മാങ്ങയുടെ വെള്ളം ഊറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചത് കഷ്ണം ഇതും കൂടെ അതിൽ വെച്ചൊക്കെ ഇത് കളയണ്ടല്ല, നല്ല പുളിയുണ്ട്. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മാങ്ങയിടാം. സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നതാണ്, പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. തിളച്ച് വരുന്നുണ്ട്. നന്നായി തിളച്ച് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് മാങ്ങ ഇടാം. മാങ്ങ വെന്ത് പോകണ്ടല്ലോ, ഇപ്പം തന്നെ കഴിക്കേണ്ടതല്ലേ. മാങ്ങ ഇടാൻ പോകുന്നു. കടു പൊടിച്ച കടു ഇതിലേക്ക് ഇടുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരിക്കും, അതുകൊണ്ട് കല്ലുപ്പിടാം. കുഞ്ഞക്കല്ലിത് നല്ല ഇഷ്ടമായിരിക്കും ഈ അച്ചാർ. അവർക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ മുറിച്ചിട്ട് പറഞ്ഞു, കാന്താരിയെല്ലാം കീറിയിട്ട് കൊടുത്താലും മതി, അവർക്ക് നല്ല ഇഷ്ടമായിക്കോളും. ഇതുപോലെ എല്ലാവരും കളയാണ്ട്, കണ്ണിമാങ്ങെല്ലാം എല്ലായിടത്തും എല്ലായിടത്തെല്ലാം ഉണ്ടാവുമല്ലോ, ഇത് ഒന്നും കളയാതെ ഇതുപോലെ അച്ചാറിലുണ്ടാക്കിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.